ലോകാസമസ്ത സുഖിനോഭവന്തു. ഇത് ജിജേഷാണ്. ഇപ്പോൾ നമ്മളുടെ പഞ്ചീവിയായിട്ട് രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. നമ്മൾ ഹില്ല് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഹില്ലിലുള്ള ഓട്ടം. അപ്പോൾ ഇപ്രാവശ്യം നമ്മളൊന്ന് ഹില്ല് കയറി ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണെന്ന് സംഭവിക്കാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഊട്ടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വീട്ടിൽ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ 3033 കിലോമീറ്റർ, ഇപ്പോൾ ഏകദേശം 107 കിലോമീറ്റർ ഓടി ഇവിടെ ഒന്ന് വരുമ്പോൾ 3140 കിലോമീറ്റർ ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്ന് എന്താ പറയുക, ഇനി ഊട്ടിക്ക് വെറും 70 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഈ ബാലൻസ് 47% ചാർജും ഉണ്ട്. അത് വെച്ചിട്ട് ബാലൻസ് ഈ 70 കിലോമീറ്റർ ഓടാൻ പറ്റില്ല എന്നാണ് നമ്മളുടെ അത് പ്രകാരം കാണിക്കുന്നത്. ഹിൽ സ്റ്റേഷൻ ആയ കാരണം നമ്മൾക്ക് അവിടെ എത്തുമ്പോഴേക്കും വെറും 5% ബാലൻസ് ഉണ്ടാവുള്ളൂ. ഈ 47% വെച്ച് നമുക്ക് ഹില്ല് 70 കിലോമീറ്റർ പോലും ഓടാൻ പറ്റില്ല. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ താഴെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് സിയോൺ ചാർജിങ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മളുടെ ഭാഗ്യമില്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ല. അവിടെ ഓൾറെഡി ഒരു ഈ വിത്താരം നിൽക്കുന്നുണ്ട്. 5 മണിക്കാണ് ഏരിയയിൽ കറണ്ട് വരുള്ളൂ. അപ്പോൾ 5 മണിക്ക് ശേഷം ചാർജ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഈ വിത്താരം നിൽക്കുന്നുണ്ട്. വെറും 10 ലക്ഷം ഈ ഏരിയയിലെ കറണ്ട് ഇട്ടില്ല എന്നാണ് ആ ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കറണ്ട് ഇല്ലാണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വെയിറ്റ് ചെയ്ത് ചാർജ് ചെയ്തിട്ട് പോകണം. പിന്നെ ഇവിടെ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപൂർവ റെസ്റ്റോറൻ്റ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്, അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അത് തന്നെ നമ്മൾക്ക് ഇവിടെയൊക്കെ വന്ന് അരമണിക്കൂർ 1 മണിക്കൂർ ചാർജിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മളുടെ ഒരു ആകെ ഒരു സങ്കടം എന്ന് വെച്ചാൽ നമ്മളെ കഷ്ടകാലത്തിന് ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ താഴെ ചാർജ് ചെയ്ത് നേരെ ഊട്ടിക്ക് ബാക്കി വിശേഷങ്ങൾ ഞാൻ തിരിച്ചു വന്നിട്ട് നിങ്ങളോട് പറയാം. നന്ദി, നമസ്കാരം. എന്തിനാ പിന്നെ പ്രശ്നം? നമ്മൾ സാപ്പാങ് ചാർജിങ് സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നോക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടത്. ഇപ്രാവശ്യം എൻ്റെ ഭാര്യയാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നോക്കട്ടെ എന്താണ് നമ്മൾ കറക്റ്റായി. ഇനി നിങ്ങൾ കുറച്ച് മാത്സ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വിചാരിക്കണം. കണക്കറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3033 കിലോമീറ്റർ ഉണ്ടായിരുന്നു, 80% ചാർജ് ഉണ്ടായിരുന്നു. ടോട്ടൽ നമ്മൾ ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോൾ 3159 കിലോമീറ്റർ ആയി. 126 കിലോമീറ്റർ യാത്ര ചെയ്തു. നമ്മൾ കൺസ്യൂം ചെയ്തത് 34% ചാർജാണ് കൺസ്യൂം ചെയ്തത്. ബാലൻസ് അതിൽ 47% ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 46% ചാർജ് ചെയ്തു. ടോട്ടൽ 93% ആയി. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3159 കിലോമീറ്റർ. നമ്മൾ ടോട്ടലായിട്ട് റൺ ചെയ്ത് ഊട്ടി എത്തുമ്പോൾ 3213 കിലോമീറ്റർ. 54 കിലോമീറ്റർ കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കൺസ്യൂം ചെയ്ത പവർ എന്ന് വന്നിട്ട് 36% ആണ്. ബാലൻസ് 57% ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 126 കവർ ചെയ്യാൻ 34%, രണ്ടാമത് ഹില്ലായ കാരണം 54 കിലോമീറ്റർ കവർ ചെയ്യാൻ 36%. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 3213 കിലോമീറ്റർ. അത് നമ്മൾ ചാർജിങ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് അവിടെ നിന്ന് നമ്മൾ 68% വരെ ചാർജ് ചെയ്തു. 57 ഉണ്ടായിരുന്നു, 11% കൂടി ചാർജ് ചെയ്തിട്ട് തിരിച്ച് വീടെത്തുമ്പോൾ 3410, 197 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് നമ്മൾ എത്തി. 197 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ നമ്മൾ കൺസ്യൂം ചെയ്ത പവർ 31% മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ ടോട്ടലായി കൺസ്യൂം ചെയ്തത് 34% മേട്ടുപ്പാളയം വരയ്ക്കും, 36% ഊട്ടി വരയ്ക്കും. 36 + 34 വന്നിട്ട് നമ്മൾക്ക് 70% പോകുമ്പോൾ കൺസ്യൂം ചെയ്തെങ്കിലും തിരിച്ച് വരുമ്പോൾ വെറും 31% കൊണ്ട് നമ്മൾ പാലക്കാട് എത്തി. 197 കിലോമീറ്റർ യാത്ര ചെയ്തു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സിമ്പിൾ കണക്ക്. ഇത് കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടിംഗ് കിലോമീറ്റർ 3033 കിലോമീറ്റർ, എൻഡിങ് കിലോമീറ്റർ വന്നിട്ട് 3410 കിലോമീറ്റർ. ടോട്ടൽ നമ്മൾ റൺ ചെയ്ത കിലോമീറ്റർ വന്നിട്ട് 377. ഫസ്റ്റ് മേട്ടുപ്പാളയം വരയ്ക്കും 34%, സെക്കൻഡ് മേട്ടുപ്പാളയം ടു ഊട്ടി 36%, തേർഡ് നമ്മൾ എടുത്ത പെർസെൻറ്റേജ് വന്നിട്ട് 31%. റിട്ടേൺ വരാൻ വേണ്ടി മാത്രം 31%, പോകുമ്പോൾ 70%, റിട്ടേൺ വരാൻ 31%. ടോട്ടൽ ബാറ്ററി കൺസ്യൂം ചെയ്തിട്ട് 101%. നമ്മൾ ചാർജ് എല്ലാം കൂടി ചെയ്തിട്ട് പോയിട്ട് തിരിച്ചു വരാൻ 101% ചാർജ് നമ്മളുടെ ഇന്ന് എടുത്തു. അപ്പോൾ നമ്മൾക്ക് ഒരു പെർസെൻറ്റേജിൽ 3.73 കിലോമീറ്റർ വെച്ച് കിട്ടി. മനസ്സിലായോ? 377 കിലോമീറ്റർ ഓടി, അത് 101% കൺസ്യൂം ചെയ്തു. അത് പ്രകാരം ഒരു പെർസെൻറ്റേജ് ചാർജിൽ നമുക്ക് 3.73 കിലോമീറ്റർ വെച്ച് റൺ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ 100% നമ്മൾക്ക് കിട്ടിയ കണക്ക് പ്രകാരമാണെങ്കിൽ 100% 373 കിലോമീറ്റർ റേഞ്ച് കിട്ടിയിട്ടുണ്ട്. 101% നമ്മൾ 377 ഓടിയെങ്കിൽ 100% നമുക്ക് 373 കിലോമീറ്റർ വരെ ഓടാൻ പറ്റും. അത് ഹില്ലായ കാരണം പോകുമ്പോൾ പവർ ലോസ് ആയെങ്കിലും റിട്ടേൺ വരുമ്പോൾ പവർ റീജനറേറ്റ് ആയി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.